بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന കുവൈറ്റ് കേരള ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള 4 ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്നാമത് ഇസ്ലാമിക് സെമിനാറിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ സമാപനത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഈ സമാപന വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, മാന്യരായ ശ്രോതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വിദൂര രാജ്യങ്ങളിൽ നിന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോ സംവിധാനത്തിലൂടെയും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ശ്രോതാക്കൾ, അല്ലാഹു എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിലെല്ലാം സദാസമയം അവൻ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഇസ്ലാമിക് സെമിനാറിൻ്റെ പ്രമേയം മതം മനുഷ്യ നന്മയ്ക്ക് എന്നതാണ്. വളരെയേറെ പ്രാധാന്യപൂർവം ഇന്ന് ലോകത്തിന് ആവശ്യമായ ഒരു ചർച്ച
മതം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പലരുടെയും മനസ്സുകളിലേക്ക് വെറുപ്പ് തോന്നിത്തുടങ്ങുന്ന ഒരു കാലഘട്ടം. കാരണം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങളും തട്ടിപ്പുകളും മാത്രമാണ് നടക്കുന്നത് എന്ന കൃത്യമായ നിലക്കുള്ള ചില പ്രചരണങ്ങളും ഒരു ഭാഗത്ത് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതത്തിൻ്റെ ശരിയായ ആ വെളിച്ചവും പ്രകാശവും നന്മയും സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി പറയുവാൻ ആളില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം രാജ്യത്തുടനീളം മതത്തെ ഒരാൾക്കും തകർക്കാനാവില്ല, അതാരെങ്കിലും നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ അവരുടെ നാശമല്ലാതെ ദൈവീകമായ പ്രപഞ്ചനാഥനായ അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഈ പ്രകാശം അത് അതിൻ്റെ സർവ നന്മകളോടുകൂടെയും അതിൻ്റെ ജൈത്രയാത്ര ലോകാവസാനം വരെയും തുടരും എന്ന് സമൂഹത്തിന് കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാർ, പ്രവർത്തകന്മാർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി നമുക്ക് മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, മതം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇതാരുടെയെങ്കിലും തലച്ചോറുകളിൽ നിന്ന് മസ്തിഷ്കങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ആശയമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ മനുഷ്യരെ സംബന്ധിച്ചും സർവ സൃഷ്ടികളെ സംബന്ധിച്ചും വളരെ കൃത്യമായി അറിവുള്ളവനായ നാഥൻ, എല്ലാം അറിയാവുന്ന ആ നാഥനാണ് ഈ നിയമങ്ങളുടെ എല്ലാം സൃഷ്ടാവ്. സൃഷ്ടികളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവന് മാത്രമേ അവരെ നന്മയിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നത് ആരും നിഷേധിക്കാൻ സാധ്യതയില്ലാത്ത പരമപ്രധാനമായ ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അംഗീകരിച്ചിട്ടുള്ള, അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള ഏക മതം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയമായും അല്ലാഹുവിൻ്റെ അടുക്കൽ മതം, ദീൻ എന്ന് പറയുന്നത് അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ്. അതല്ലാത്ത മാർഗങ്ങൾ ആരന്വേഷിച്ചു പോയാലും അവന്റെ പരാജയമാണ് അതിലൂടെ സംഭവിക്കുക എന്ന് കൃത്യമായി തന്നെ അല്ലാഹു പറഞ്ഞു. وَمَن يَبْتَغِ غَيْرَ الْإِسْلَامِ دِينًا فَلَن يُقْبَلَ مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും തേടിപ്പോയാൽ, ഇസ്ലാമല്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന്, ആശയങ്ങളിൽ നിന്ന് നന്മ തേടിപ്പോയാൽ അതൊരിക്കലും വിജയത്തിലെത്തുകയില്ല, മറിച്ച് പരാജയമാണ് എന്ന ആശയമാണ് അല്ലാഹു അതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും, ഈ മതത്തിൻ്റെ ഓരോ നിയമങ്ങളും, അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ സംഭവിച്ചിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന നാഥനാണ് നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. തീർച്ചയായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിച്ച സൃഷ്ടാവിന് അവരുടെ മനസ്സറിയാം, അവരുടെ ഭാവി കാലം അറിയാം, ഭൂതകാലം അറിയാം, എല്ലാ കാലത്തെ സംബന്ധിച്ചും അറിവുണ്ട്. ലോകത്ത് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അറിവുണ്ട്. ലോകം എത്ര പുരോഗമിച്ചാലും എവിടം വരെ എത്തും എന്ന അറിവും കൃത്യമായി നാഥനുണ്ട്. മാത്രമല്ല, ഈ ലോകത്ത് ജീവിച്ച് മരിക്കാനിരിക്കുന്ന സർവ സൃഷ്ടികളെ സംബന്ധിച്ചും കൃത്യമായ അറിവനുണ്ട്. അവരോടവന് കൃത്യമായ സ്നേഹമുണ്ട്.
അവരോടവന് കൃത്യമായ കാരുണ്യ മനസ്ഥിതിയുണ്ട്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. നമ്മോട് സ്നേഹമുള്ളവർക്കല്ലേ, നമ്മോട് കാരുണ്യ മനസ്ഥിതി ഉള്ളവർക്കല്ലേ പ്രിയമുള്ളവരെ നമുക്ക് നന്മ വരുത്തണം എന്ന ചിന്തയുണ്ടാവുകയുള്ളൂ. നമ്മോട് വെറുപ്പുള്ളവരെപ്പോഴും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങളാണ് കൊണ്ടുവരിക. നമ്മുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അവബോധമില്ലാത്തവർ നിയമിക്കുന്ന നിയമങ്ങളും പലപ്പോഴും കാലോചിതമല്ലാതെ പരാജയപ്പെടും. അതെഴുതി ഉണ്ടാക്കിയവന്റെ കാലഘട്ടം തീരുന്നതിന്റെ മുമ്പേ ആ നിയമങ്ങൾ പ്രായോഗികമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടപ്പെടും. ഇതൊന്നും തന്നെ മതം എന്ന് പറയുന്ന നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്ലാമാകുന്ന ദീനിൽ സംഭവിച്ചിട്ടില്ല. ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ഈ വിശുദ്ധമായ നിയമങ്ങൾ നമുക്കിന്ന് നമ്മൾ പഠിച്ച് അവലംബിക്കുന്ന മാനവ സമൂഹത്തിന് വെളിച്ചം നൽകുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ ഓരോ നിയമങ്ങളോ അതിന്റെ വാചകങ്ങളോ അതിന്റെ ലഫ്ദുകളിലോ അതിന്റെ അക്ഷരങ്ങളിലോ ഒരു മനുഷ്യരുടെയോ മറ്റാരുടെയെങ്കിലും കൈകടത്തലുകൾ വന്നിട്ടില്ല. അതിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒരു ഭാഗത്തുകൂടെയും അതിൽ ഒരു വ്യർത്ഥതയും ഒരു ബാത്തിലും കടന്നുകൂടിയിട്ടില്ല. മുഴുവൻ സൃഷ്ടികളെയും എല്ലാം കൃത്യമായി അറിയാവുന്ന ലോകത്തെ പടച്ചവനായ നാഥൻ, ആ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ അറിയാവുന്ന നാഥൻ, ആ ലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളുടെ മനസ്സറിയാവുന്ന നാഥൻ, അവരുടെ പ്രകൃതി അറിയാവുന്ന നാഥൻ, അവരോടളവറ്റ ദയാലുവായ നാഥൻ, അവരോടളവറ്റ വാത്സല്യമുള്ള റഊഫായ നാഥൻ, അവരേറെ സ്നേഹിക്കുന്ന വദൂദായ നാഥൻ, അവരോടേറെ കാരുണ്യമുള്ള റഹീമായ നാഥൻ. അവൻ ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങൾ, ഏതെങ്കിലും ഒരു നിയമം ഇക്കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതെന്ന് യുക്തിയുക്തം പ്രമാണബദ്ധമായി തെളിയിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് അതേ കൃത്യമായി അല്ലാഹു അതിൻ്റെ എല്ലാ പഴുതുകളെയും അടച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ സമൂഹത്തെയും നന്മയിലേക്ക് ദിശാബോധം നൽകുന്ന അതേ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏത് വിഷയം എടുത്തു നോക്കിയാലും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഈ ഗ്രന്ഥമതാ വഴി കാണിക്കുന്നു. ആ നിലക്ക് സർവജ്ഞനായ റബ്ബ് തീരുമാനിച്ചിട്ടുള്ള നിയമങ്ങൾ, അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ മനുഷ്യനോട് പറയുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഈ ഗ്രന്ഥത്തെ മനുഷ്യരെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ ഗ്രന്ഥം ചിന്തിച്ചാൽ നിഷ്പക്ഷമായി വായിക്കുന്നവർ വായനക്കാരൻ എത്തിച്ചേരുന്ന നയമെന്താണ്, സത്യമെന്താണ്? ഇതിൽ പൊളിയില്ല, ഇതിൽ ഒരിക്കലും അസത്യം കടന്നു വന്നിട്ടില്ല. ഇത് തികച്ചും ദൈവീകമാണ്. ഇതിൽ യാതൊരു നിലക്കുള്ള വൈരുദ്ധ്യങ്ങളുമില്ല. മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായത് പറയുന്ന ഏർപ്പാടില്ല, കാലോചിതമല്ലാത്തതില്ല. അതാണല്ലോ റബ്ബ് സൂചിപ്പിക്കുന്നത്. മനുഷ്യരുടെ റബ്ബല്ലാത്ത ആരിൽ നിന്നെങ്കിലുമാണ് ഈ നിയമങ്ങൾ വന്നിരുന്നതെങ്കിൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ആ നിലക്ക് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന നിലനിൽപ്പുള്ള ഒരേ ഒരു ആശയം, ആദർശം, അത് അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായിട്ടുള്ള ശാശ്വത സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്ന ഇസ്ലാം എന്ന ദീനാണ്. അതാണ് ഒന്നാമത്തെ മനുഷ്യൻ ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആയത്തിൽ നിന്ന് പഠിച്ചു വെക്കണം. അല്ലാഹു പറയുന്നത് എന്താണ്? ആദമിനോടും ഹവ്വയോടും ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അവരോട് റബ്ബ് പറയുകയാണ്,
നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഹുദ വരുന്നത് ആരിൽ നിന്നാണ്? എന്നിൽ നിന്നാണ് വരുന്നത്. അതേ, ദൈവീകമാണ്. സർവലോക പരിപാലകനായ അല്ലാഹുവിങ്കൽ നിന്ന് വരുന്ന നിയമങ്ങളെ നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. അങ്ങനെ എന്നിൽ നിന്ന് വരുന്നതിന്റെ പേരെന്താണ്? ഹുദാ. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ. അത് മാത്രമാണ് ഹുദാ, അത് മാത്രമാണ് സന്മാർഗം, അത് മാത്രമാണ് നന്മയിലേക്ക് വഴിക്കുന്ന മാർഗം. ആ മാർഗം നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതങ്ങ് ഫമൻ തബിഅ ഹുദായ, എന്റെ ആ മാർഗദർശനത്തെ, എന്റെ ഹുദയെ ആര് പിൻപറ്റി ജീവിക്കുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. അതേ അവസരത്തിൽ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ, നമ്മുടെ സുവ്യക്തമായ ആ ദൃഷ്ടാന്തങ്ങളെയും സൂക്തങ്ങളെയും തെളിവുകളെയും നിഷേധിക്കുകയും അതിനെ അവഗണിക്കുകയും അതിനെ തള്ളിക്കളയുകയും വ്യാജമാക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ, ഏത് കാലഘട്ടത്തിലാവട്ടെ ആരൊക്കെയുണ്ടോ, ആ ഹുദയിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ എത്ര വലിയവന്മാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഫൗലായിക അസ്ഹാബുന്നാർ, അവര് പരാജയത്തിന്റെ പടുകുഴിയായ, പരാജയത്തിന്റെ ആഘാതകർത്തമായ, മനുഷ്യനൊരിക്കലും സഹിക്കാനാവാത്ത ശിക്ഷയുടെ കേദാരമായ നരകത്തിന്റെ അവകാശികളാണ്. മോചനം അവർക്കൊരു കാലത്തും കിട്ടാത്ത നിലക്ക് ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നിയമങ്ങൾ കൃത്യമായി പിൻപറ്റലാണ് മനുഷ്യ നമുക്ക് നന്മയിലേക്ക് പോകാനുള്ള മാർഗം. ഈ നിയമങ്ങളെ അവഗണിക്കുമ്പോഴാണ് മനുഷ്യൻ പരാജയത്തിലേക്ക് നീങ്ങുന്നത്. ഈ നന്മ ലഭ്യമാവാൻ മനുഷ്യൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? തങ്ങളോട് ഇത്രമാത്രം കാരുണ്യം ചെയ്ത റബ്ബ് ഒരിക്കലും അനാഥമാക്കി ഭൂമിയിൽ വിഹരിക്കാൻ വിടാതെ എങ്ങനെ ജീവിക്കണം എന്ന കൃത്യമായ ദിശാബോധം അല്ലാഹു തിരഞ്ഞെടുക്കുന്ന മഹാന്മാരിലൂടെ ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്ന നാഥൻ, ആ നാഥനെ അറിയലാണ് പരമപ്രധാനമായി ഒരു വിശ്വാസി ആദ്യമായി ശ്രമിക്കേണ്ടത്. റബ്ബിനെ അറിയണം. നമ്മെ ഇങ്ങോട്ട് അയച്ച നാഥൻ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ നമ്മെ ഇങ്ങോട്ട് അയച്ച നാഥൻ, ഇനി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ തന്നെ ഇവിടെ നിന്ന് നമ്മെ വിളിച്ച് കൊണ്ടുപോകുന്ന നാഥൻ, ആ സർവലോക പരിപാലകനായ നാഥൻ ആരാണ്? ആ നാഥനെ സംബന്ധിച്ചുള്ള അറിവാണ് അറിവിൽ ഏറ്റവും മഹത്വമായത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് തന്നെ സൃഷ്ടിച്ച് തന്നോട് ഏറെ കാരുണ്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക പരിപാലകനായ റബ്ബിനെ അറിയലാണ്. ആ റബ്ബിനെ അറിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് സ്വസ്ഥതയുണ്ടാകും, ടെൻഷൻ ഫ്രീ ആയ ഒരു മനസ്സിന്റെ ഉടമകളാകും. കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, സാമൂഹ്യ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും. സാമ്പത്തിക രംഗത്ത് പുരോഗതിയാണെങ്കിലും അധോഗതിയാണെങ്കിലും അത് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കാതെ ഏതവസരത്തിലും മനസ്സിന് നല്ല കൺട്രോളും സ്വസ്ഥതയുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തേ കാരണം? റബ്ബിനെ ശരിക്കും അറിയുമ്പോൾ ആ റബ്ബിനോടുള്ള മഹബത്ത് കൂടുന്നു, അവന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ള അഭിവാഞ്ഛ ഉണ്ടാകുന്നു, ആ നിയമങ്ങളെ ധിക്കരിക്കുന്നതിനെ കുറിച്ചുള്ള ഭയം തോന്നുന്നു. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയമായും അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ നിന്ന് ഉലമാ മാത്രമാകുന്നു. എന്താ അവിടെ ഉലമാ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ സംബന്ധിച്ചും നമ്മൾ പഠിക്കേണ്ട ശർഈയായ ഇൽമുകളെ സംബന്ധിച്ച് നാം അറിവ് നേടും തോറും നമുക്ക് വിനയം കൂടി വരുന്നു. സർവലോക പരിപാലകനായ റബ്ബിനോടുള്ള അടുപ്പം വർദ്ധിക്കുന്നു. അവനെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നു. എൻ്റെ റബ്ബ് ആരാണ്? എൻ്റെ റബ്ബ് സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്. എൻ്റെ റബ്ബ് ബസീറാണ്, എല്ലാം അവൻ കാണും. എൻ്റെ റബ്ബ് അലീമാണ്, എല്ലാം അവൻ അറിയാം. എൻ്റെ റബ്ബ് ഖദീറാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എൻ്റെ റബ്ബ് മുജീബാണ്, ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും നൽകുന്നവനാണ്. എൻ്റെ റബ്ബ് വാത്സല്യനിധിയായ റഊഫാണ്. എൻ്റെ റബ്ബ് കാരുണ്യത്തിന്റെ കേദാരമായ റഹീമാണ്, റഹ്മാനാണ്. സ്നേഹത്തിന്റെ കേദാരമായ വദൂദാണ്.
രക്ഷയും സമാധാനവും ഞാൻ പ്രതീക്ഷിക്കുന്ന, എനിക്ക് രക്ഷ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. അങ്ങനെ എല്ലാ രംഗത്തുമുള്ള സുരക്ഷ, എല്ലാ രംഗത്തുമുള്ള സമാധാനം, എല്ലാ രംഗത്തുമുള്ള ഏറ്റവും വലിയ രക്ഷ അവനാണ് എനിക്ക് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനെ അങ്ങ് പഠിക്കുമ്പോൾ, അല്ലാഹുവിനെ അങ്ങ് മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മനസ്സിന് വല്ലാത്ത ഒരു സ്വസ്ഥതയാണ് നമുക്ക് ലഭിക്കുന്നത്. അവനിലെല്ലാം വരമേൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. അങ്ങനെയുള്ള നാഥനിൽ എനിക്കെന്റെ നാഥൻ മതി എന്ന നമ്മുടെ മനസ്സുകൾ അങ്ങനെ മന്ത്രിക്കുകയാണ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ഏൽപ്പിക്കാൻ എനിക്ക് അവൻ എത്ര നല്ല വക്കീലാണ്, അവൻ മതി എനിക്ക് എന്ന തോന്നൽ, അവനുണ്ടെന്റെ കൂടെ എന്ന തോന്നൽ, അവൻ എന്നെ കൈവെടിയില്ല എന്ന പ്രതീക്ഷാ നിർഭരമായ മനസ്സ്, അവൻ എന്നോട് വളരെയേറെ കരുണയുള്ളവനാണെന്ന ബോധം, ഇതൊക്കെ നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങളെ അതെ വീർത്തു നിൽക്കുന്ന ഒരു ബലൂണിന് അതിലുള്ള കാറ്റങ്ങൊഴിഞ്ഞു പോകും പോലെ ഉരുണ്ടുകൂടിയ മുഴുവൻ സംഘർഷങ്ങളും, പ്രത്യേകിച്ച് പ്രവാസികളെ, പ്രവാസ ലോകത്തു ജീവിക്കുന്ന ആളുകളുടെ മനസ്സുകൾ മുഴുവനും പല രൂപത്തിലുള്ള സംഘർഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ പലപ്പോഴും പ്രശ്നം? എന്താണ് പലരുടെയും വിഷമം? എന്താണ്? അതേ പ്രവാസി എന്ന നിലക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. നാം പലരുമായും ചർച്ച ചെയ്യുന്നു, നമ്മോട് പലരും പറയുന്നു, അതേ ജീവിതത്തിലതാ പ്രതിസന്ധികളാണ്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെയാണ് കടൽ കടന്നിങ്ങോട്ടെത്തിയത്. പ്രതിസന്ധികൾ കൂടിയിട്ടേയുള്ളൂ. പലപ്പോഴും പ്രയാസങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത വർഷം നാട് പിടിക്കണം എന്ന് തോന്നും, പക്ഷേ പിന്നെയും പിന്നെയും പ്രതിസന്ധികൾ വേട്ടയാടുകയാണ്. അങ്ങനെ നിരന്തരമായി പ്രശ്നകലുഷിതമായി കൊണ്ടിരിക്കുന്ന മനസ്സാണ്. ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാനാവുന്നില്ല, ഒന്ന് സ്വസ്ഥമായി അതാ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് പലരും അന്വേഷിക്കാറില്ലേ? അതേ സർവലോക പരിപാലകനായ റബ്ബ് പറയുന്നു, ഖുൽ ഇന്ന റബ്ബീ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നബിയെ പറയൂ, ഇന്ന റബ്ബീ, നിശ്ചയമായും എൻ്റെ രക്ഷിതാവ്, യബ്സുത്തുർ റിസ്ഖ, അവനാണ് റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നത്, ലിമൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് വിശാലമാക്കി കൊടുക്കുന്നു. വയഖ്ദിറു, ചിലർക്ക് അവൻ എന്ത് ചെയ്യുന്നു? അത്ര വിശാലമാക്കാതെ ഒന്ന് അളന്ന് കൃത്യമായി ഒരൽപ്പം പ്രയാസമാക്കുന്ന നിലക്ക് ഒന്ന് കുടുസാക്കുകയും ചെയ്യുന്നു. രണ്ടും തീരുമാനിക്കുന്നത് റബ്ബാണ്, രണ്ടും തീരുമാനിക്കുന്നത് റബ്ബാണ്. അപ്പൊ റബ്ബ് വിശാലത നൽകപ്പെട്ടവരൊരിക്കലും അഹങ്കരിക്കണ്ട. എന്നെ പടച്ച റബ്ബിന് വലിയ ഇഷ്ടം കൊണ്ട് തന്നതാണെന്ന്. ഇല്ലാത്തവര് നിരാശപ്പെടണ്ട. എന്റെ റബ്ബ് എന്നെ അപമാനിച്ചല്ലോ, എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് തോന്നണ്ട. കാരണം കിട്ടലും കിട്ടാതിരിക്കലും, നൽകലും നൽകാതിരിക്കലും പരീക്ഷണമെന്നാണ് അല്ലാഹു അറിയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്ർ, നിങ്ങൾക്കൊക്കെ സുപരിചിതമായ അധ്യായം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا. അല്ലാഹു പറയുന്നു, മനുഷ്യനൊരു സ്വഭാവമുണ്ട്. അവനെ പരീക്ഷിക്കുന്നതായാൽ നാം അവനെ പരീക്ഷിക്കുമ്പോൾ, റബ്ബ് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവന് കൊടുക്കുമ്പോ ധാരാളം കിട്ടിയവൻ വിചാരിക്കുന്നു, എന്റെ റബ്ബ് എന്നെ നന്നായി ആദരിച്ചിട്ടുണ്ട്, എന്റെ റബ്ബിന് എന്നോട് വലിയ സ്നേഹമാണ്, എന്നെ പരിഗണിച്ച് തന്നത് തന്നെയാണെന്നവൻ ചിന്തിക്കുമ്പോൾ, മറുവശത്തതാ പരീക്ഷണം എന്ന നിലക്ക് റബ്ബ് കൊടുക്കാതെ ഒരൽപ്പം കുടുസാക്കി നൽകിയവര് പറയുന്നു, അഹാനൻ, റബ്ബെന്നെ നിന്ദിച്ചു കളഞ്ഞല്ലോ, എന്റെ റബ്ബെന്നെ പരിഗണിക്കുന്നില്ലല്ലോ, എന്റെ കഷ്ടപ്പാടുകൾ അവൻ അറിയുന്നില്ലല്ലോ. ആ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും മനസ്സുകളിൽ സംഘർഷമുണ്ടാക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കുന്നവരടിമ
തന്റെ റബ്ബ് നൽകിയതിലാണ്, നൽകാതിരിക്കുന്നതിലാണ് തന്റെ നന്മ എന്ന് അവൻ മനസ്സിലാക്കണം. എനിക്ക് നൽകിയതിലാണോ തനിക്ക് നൽകാതിരിക്കുന്നതിലാണോ നന്മ? അതറിയുന്നവര് മനുഷ്യരല്ല. നാം ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും, നമ്മൾ ചില കാര്യങ്ങൾ വെറുക്കും. നാം വെറുക്കുന്നതൊരു പക്ഷേ നമുക്ക് ഖൈറായിരിക്കും, നാം ഇഷ്ടപ്പെടുന്നതൊരു പക്ഷേ നമുക്കത് ഭാവിയിൽ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരാനുണ്ടാകും. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നു, അത് നിങ്ങൾക്ക് ഖൈറായേക്കാം. നിങ്ങൾ ചിലത് ഇഷ്ടപ്പെടുന്നു, അത് നിങ്ങൾക്ക് ശർറുമായേക്കാം. അവസാനമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, വല്ലാഹു യഅലം, അല്ലാഹയാണ് അറിയുന്നവൻ. അല്ലാഹ് അറിയുന്നു, അൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരാണ്. അറിയാത്തത് കൊണ്ട് നമുക്ക് റബ്ബിനെ കുറിച്ച് ദുഷിച്ച ചിന്ത വരികയാണ്. എന്തേ റബ്ബ് എന്നെ ഇങ്ങനെയാക്കുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തേ അവൻ ഉത്തരം തരാത്തത്? ഞാൻ എത്ര ചോദിച്ചിട്ടും എന്തേ അവൻ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? ചോദിച്ചത് തരണോ വേണ്ടേ എന്നറിയുന്നവനാണ് റബ്ബ്. അതേ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നമ്മളോട് കുഞ്ഞുനാളിൽ പലപ്പോഴും പലതിനും വാശി പിടിച്ച് കരയാറില്ലേ? വാശി പിടിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോ ഉപ്പമാരെ ഉമ്മമാരെ പലപ്പോഴും നിങ്ങൾ കൊടുക്കാറുണ്ടോ? എന്തേ? അപകടകരമായ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും കുട്ടി വാശി പിടിക്കുന്നത്. അവനൊരു പക്ഷേ അടുക്കളയിൽ കണ്ട തിളങ്ങുന്ന കത്തി വേണം, അതല്ലെങ്കിൽ അവിടെ സ്റ്റവിൽ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വർണ്ണാഭമായ തീയിലേക്ക് അവന് കൈയിടണം. അതിനുവേണ്ടി അവൻ വാശി പിടിച്ച് കരയും. അതിനുവേണ്ടി അവൻ വളരെ കിടന്നു ഉരുണ്ടുകൊണ്ട് വീട്ടിൽ ബഹളമുണ്ടാക്കിയാലും ഒരൊറ്റ ഉമ്മയും അതിന് അനുവാദം കൊടുക്കില്ല, ഒരു ബാപ്പയും അത് സാധിപ്പിച്ചു കൊടുക്കില്ല. കാരണം അക്കുഞ്ഞിനറിയില്ലെങ്കിലും ഈ ബാപ്പക്കറിയാം, ഉമ്മക്കറിയാം, കുട്ടി ഇപ്പൊ വാശി പിടിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ കൊടുത്താൽ അത് കുട്ടിക്ക് അപകടമാണ്. പക്ഷേ കുഞ്ഞുനാളിലെ ആ കുരുന്നു മനസ്സിന് തൻ്റെ ഉപ്പയും ഉമ്മയും എന്തേ തൻ്റെ ആവശ്യം പരിഗണിക്കാത്തത് എന്ന് ഉൾക്കൊള്ളാനുള്ള പ്രായമായിട്ടില്ല, വകതിരിവ് വന്നിട്ടില്ല, അവനറിവ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന അലീമായ റഹീമായ വദൂദായ സ്നേഹമുള്ള നാഥൻ, ആ നാഥനോട് ചോദിക്കുന്നതൊക്കെ അവൻ തരൂല. അവനറിയാം തരണോ തരണ്ടേന്ന്. പക്ഷേ ചോദിച്ചത് കിട്ടാത്തപ്പോ നമുക്ക് ഈ കുട്ടിക്കുണ്ടായ വിഷമവും കരച്ചിലും ബേജാറും വിഷമവും ഒക്കെ സ്വാഭാവികം. സർവശക്തനായ സർവലോക പരിപാലകനായ സർവജ്ഞനായ റബ്ബിനറിയാം തരണോ തരണ്ടേ, തരുന്നതിലാണോ നന്മ, തരാതിരിക്കുന്നതിലാണോ നന്മ. ഇത് കൃത്യമായി മനസ്സിലാക്കുവാൻ ഓ പ്രവാസികളെ, ഓ പ്രിയപ്പെട്ട മുസ്ലിമുകളെ, സഹോദരങ്ങളെ, നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകൾ അതേ ഒഴിവായി തീരുന്നത് നമുക്ക് കാണാം. റബ്ബിന്റെ തീരുമാനം എപ്പോഴും തന്നിൽ നീതിപൂർവമേ അവൻ തീരുമാനമെടുക്കൂ. ഇത് കൃത്യമായി അല്ലാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്, മനുഷ്യൻ വെപ്രാളപ്പെടുന്നത്, ബേജാറാകുന്നത്, ഭക്ഷണത്തിന് രുചി കുറയുന്നത്, ഉറക്ക് നഷ്ടപ്പെടുന്നത്. അവന് എല്ലാ രൂപത്തിലുമുള്ള പ്രതിസന്ധിയിലൂടെയാണ് താൻ പോകുന്നതെന്ന് തോന്നുന്നത്. എന്താ കാരണം? തൻ്റെ റബ്ബ് എന്നിൽ എന്ത് വിധിച്ചാലും ആ തീരുമാനങ്ങൾ മുഴുവനും നീതിയാണെന്ന് മനസ്സിലാക്കണം. കാരണം റബ്ബൊരാളോടും അനീതി കാണിക്കില്ല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, നിന്റെ നാഥൻ അടിമകളോട് അല്പം പോലും അക്രമമോ അനീതിയോ കാണിക്കുന്നവനല്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ എൻ്റെ സദസ്സിനെ കേൾപ്പിക്കുകയാണ്. വിഷമം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ, പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ അതെന്തോ ആവട്ടെ, ശാരീരികമായ രോഗം കാരണമാകാം, പ്രയാസങ്ങൾ കാരണമാകാം, സാമ്പത്തിക പ്രതിസന്ധികളാവാം, ഉറ്റവരുടെ വേർപാടാവാം, സാമ്പത്തികമായ മറ്റു ഞെരുക്കങ്ങളാവാം, രോഗങ്ങളാവാം. ഏത് തന്നെ പ്രതിസന്ധി കൊണ്ട് മനസ്സ് വിഷമിക്കുമ്പോഴും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ സാബഹു ഹമ്മുൻ ഔ ഹുസ്നുൻ, ഒരടിമയ്ക്ക് മനക്ലേശമോ ദുഃഖമോ സങ്കടമോ ഒക്കെ ബാധിച്ചാൽ അവൻ പറയണം എന്ത്? തന്റെ റബ്ബിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം
റബ്ബിനെ തനിക്ക് അറിയാമെന്ന കൃത്യമായ പ്രഖ്യാപനം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഈ ഉദ്ഘാടന ദിവസം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരോടും ഒരു വസിയത്ത് എന്ന നിലക്ക് പറയട്ടെ. ലോകം ഇന്ന് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാരം, ലോകത്തിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടാൻ അതേ പ്രകൃതിയുടെ മതം സർവലോക പരിപാലകനായ നാഥനവന്റെ റസൂലിന് വഹി അറിയിച്ചു കൊടുത്ത് നമുക്കറിയിച്ചു തന്ന പരിഹാരം ഈ ഒരു ദുആ മനസ്സറിഞ്ഞ് ദൃഢമായി കൊണ്ടൊരാൾ നിർവഹിച്ചാൽ ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, അവന്റെ മനോദുഃഖങ്ങളെ അല്ലാഹു നീക്കിക്കളയാതിരിക്കില്ല. വഅബ്ദലഹു മകാന ഹുസ്നിഹി ഫറഹാ, അവന്റെ സങ്കടത്തിന്റെ സ്ഥാനത്ത് അല്ലാഹ് സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് യൻബഗി ലനാ അൻ നതഅല്ലമ ഹൗലായിൽ കലിമാത്ത്, ഈ കലിമത്തുകൾ, ഈ വാക്കുകൾ ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ പ്രവാചകരെ, അത് അനിവാര്യമാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുന്നു, അജൽ യൻബഗി ലിമൻ സമിഅഹുന്ന അൻ യതഅല്ലമഹുന്ന, അത് കേട്ടവര് മുഴുവനും അത് പഠിക്കലും അത് പഠിപ്പിക്കലുമൊക്കെ വളരെ അനിവാര്യമാണെന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഇവിടെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന വിശദീകരിക്കാനല്ല ഞാനിത് പറഞ്ഞത്. ആ പ്രാർത്ഥനയിൽ ഒരു കാതലായ വശമുണ്ട്. എന്താണ്? പ്രയാസങ്ങൾ കൊണ്ട് മനസ്സ് വിഷമിക്കുമ്പോൾ, ഏത് പ്രയാസമാകട്ടെ, ആ പ്രയാസങ്ങൾ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്റെ വിനീതനായ ദാസനാണ്, ദാസിയാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം നീയാണ് തീരുമാനിക്കുന്നത്, നിന്റെ വിധികളാണ് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് ശ്രദ്ധിച്ചോ, അദ്ലുൻ ഫിയ ഖദാഉക, നിന്റെ ഖദാഉകൾ, നിന്റെ വിധികൾ, നിന്റെ തീരുമാനങ്ങൾ നീ എന്നെക്കുറിച്ച് എന്തെടുത്തിട്ടുണ്ടോ അത് മുഴുവനും നീതിയാണ് റബ്ബേ. നീ എന്നോട് അനീതി കാണിച്ചിട്ടില്ല, നീ എന്നോട് അനീതി കാണിക്കുകയില്ല. ഇത് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ആ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് സമയം വേണ്ടിവരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മുഴുവനും, തന്നിൽ എൻ്റെ നാഥൻ എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് മുഴുവനും തനിക്ക് നീതിയാണ്. അനീതി ഒരിക്കലും എൻ്റെ റബ്ബനോട് കാണിക്കുകയില്ല. അവൻ കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിൽ ഉരുണ്ടുകൂടിയ സംഘർഷങ്ങളൊക്കെ പോകും. മനസ്സമാധാനം എന്ന് പറയുന്നത് ആളുകൾ ഇന്ന് കണക്ക് കൂട്ടിയത് ലോകത്തിലെ ഒരുപാട് ആഡംബരങ്ങൾ, സുഖസൗകര്യങ്ങൾ, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ, കോടികളുടെ ആസ്തി, ആ രൂപത്തിലൊക്കെയുള്ള സൗകര്യങ്ങളാണ് ആളുകൾ ലോകത്ത് ഏറ്റവും വലിയ സുരക്ഷിതത്വമായിട്ട് കണ്ടതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുകൊണ്ടൊന്നുമല്ല സ്വസ്ഥത ലഭിക്കുക, അതുകൊണ്ടൊന്നും മനുഷ്യന് സമാധാനമുണ്ടാവുകയില്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിന്റെ ശാന്തിയാണ് വലിയ ധന്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വലിയ വിഭവങ്ങൾ വാരിക്കൂട്ടിയ ആളുകളുടെ ജീവിതം കണ്ട്, അതല്ലെങ്കിൽ പളപളപ്പുള്ള ആക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സിനിമാ നടീനടന്മാരുടെ ജീവിതം കണ്ട്, അതല്ലെങ്കിൽ കോടികളുടെ ആസ്തിയുള്ള വലിയ വലിയ ആളുകളെ കണ്ടുകൊണ്ട് അവർക്കൊക്കെ എന്തൊരു സുഖമാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ, കോടികൾ കുമിഞ്ഞു കൂടിയ വലിയ വലിയ കോടികളുടെ ഉടമകളായ ആളുകൾ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉറക്കം കിട്ടാതെ അവസാനം അതാ അവർ ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരനുഭവങ്ങൾ വർത്തമാനകാലത്ത് നമ്മൾ കേട്ടുകഴിഞ്ഞു. വലിയ വലിയ സ്റ്റാറുകളെയൊക്കെ അനുകരിക്കാൻ എനിക്കും കഴിഞ്ഞെങ്കിൽ എന്ന് തോന്നുന്നവരുടെ ദാമ്പത്യ ജീവിതം 1 വർഷം പോലും എത്താനാവാതെ കോടതിയിൽ പരസ്പരം കടിച്ചു കീറി വിവാഹമോചനത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്നതല്ല ജീവിതം.
ജീവിതം എന്ന് പറയുന്നത് വേറെ തന്നെ നടക്കുന്നുണ്ട്. അത് അഭിനയമല്ല, അത് ആക്ഷനല്ല, അത് കേട്ടുകേൾവിയല്ല, അത് പച്ചയായ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ എന്തേ ഇവർക്കൊക്കെ പ്രശ്നം, എന്തേ ഇവർക്കൊക്കെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്? സമാധാനം കിട്ടുന്നില്ല, മനസ്സിന്റെ സ്വസ്ഥതയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെയാണ് ശാശ്വതമായ ശാന്തി അല്ലാഹു തആല ഓഫർ ചെയ്യുന്നത്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രം നിന്റെ സങ്കടം പറഞ്ഞോ, അവനോട് മാത്രം പറയലാണ് നിവൃത്തി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ് മതി. അവിടെ നിന്നങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ശാന്തി തേടി ആളുകളത് ആൾ ദൈവങ്ങളുടെ കാൽ കീഴുകളിലേക്കാണ് ആപതിച്ചു കൊണ്ടിരിക്കുന്നത്. ശാന്തി തേടിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്കാണ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? പ്രകൃതി നിശ്ചയിച്ച, അതല്ലെങ്കിൽ സർവലോക പരിപാലകനായ അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള നിയമത്തിന്റെ പിടുത്തമങ്ങ് വിട്ടുകളഞ്ഞു. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നീ അറിയ്, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്ക്, അവനിൽ മാത്രം നിന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്ക്. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് നിന്നെ കുറിച്ച് എല്ലാം അറിയുന്നവൻ, അവനാണ് നിന്നോട് സ്നേഹമുള്ളവൻ എന്ന തത്വത്തിൽ നിന്ന് പിടുത്തം വിട്ടുകൊണ്ട് മറ്റു പലരിലേക്കും അവന്റെ പ്രാർത്ഥനകളും ദുആകളും നേർച്ചകളും വഴിപാടുകളും വണക്കങ്ങളും അങ്ങ് തിരിഞ്ഞപ്പോൾ വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു الطير ഔ തഹ്വീ ബിഹി الريح في مكان سحيق. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവന്റെ അവസ്ഥ എന്തായി? സർവലോക പരിപാലകനായ റബ്ബിൽ നിന്നുള്ള പിടുത്തമങ്ങ് വിട്ടപ്പോൾ പിന്നെ എവിടെയും പിടുത്തമില്ല. കിട്ടുന്നതൊക്കെ അവന് പിടിവള്ളിയാണ്, എന്ത് കണ്ടാലും പിടിവള്ളിയാണ്. രോഗമുള്ളവനാവട്ടെ, ആര് ഏത് രൂപത്തിൽ എന്തൊരു രൂപത്തിലുള്ള ന്യൂനതകളുള്ളവനാവട്ടെ, അവന് പിന്നെ കാണുന്നതൊക്കെ പിടിവള്ളിയാണ്. ഏത് ചെളിക്കുണ്ടിലും അവൻ പോയി വീഴുന്നു. ഒരിടത്ത് നിന്ന് സ്വസ്ഥത കിട്ടാതാകുമ്പോൾ അവൻ മറ്റൊരു ദർഗ തേടി പോകും. ആ ദർഗയിൽ സ്വസ്ഥത കിട്ടാതാകുമ്പോൾ മറ്റൊരു ക്ഷേത്രം തേടി പോകും. അവിടെയും സമാധാനം കിട്ടാതാകുമ്പോൾ അവൻ മറ്റൊരു കനീസ തേടി പോകും. അവിടെയും സമാധാനം കിട്ടാതാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളുണ്ടോ? അത് അമ്മയായാലും ബാബയായാലും പെണ്ണായാലും ആണായാലും എവിടെയാണോ അവന് ലഭിക്കാനുള്ളത് അവൻ അങ്ങോട്ട് പോകും. പക്ഷേ ശാന്തി തേടിപ്പോയ ശിഷ്യകൾക്ക് പോലും ശാന്തിയല്ല അശാന്തിയാണ് സമ്മാനിച്ചതെന്ന് വർത്തമാന കാലമതാ തെളിയിച്ചു കഴിഞ്ഞു. ഏറ്റവും അടുത്തറിഞ്ഞവർക്ക് പോലും ശാന്തി നൽകാനായില്ല. ഏറ്റവും അടുത്തറിഞ്ഞ് നിഴൽ പോലെ, ദൈവത്തിന്റെ നിഴൽ പോലെ പിന്തുടർന്നയാൾക്ക് പോലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, വിശ്വാസമില്ല, വളരെയേറെ വെറുപ്പാണ്. എത്രത്തോളം അടുത്തുവോ അടുത്തവർക്ക് ഏറെ വെറുപ്പ്. അത് ആൾ ദൈവങ്ങളിൽ കാണുന്നു. ആത്മീയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മേലാളന്മാരിലും മൗലാനമാരിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഏറ്റവും കൂടുതൽ നിഴൽ പോലെ നടന്നിട്ടുള്ള ശിഷ്യന്മാർക്ക്, അതേ അമ്മ ദൈവങ്ങളുടെ ശിഷ്യകൾക്ക് മാത്രമല്ല, ആത്മീയമായ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ രംഗത്തുള്ള ഏത് മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും അവരോടടുത്ത ശിഷ്യന്മാർക്കും പലപ്പോഴും ചില പിന്നാമ്പുറക്കഥകൾ, പല രൂപത്തിലുള്ള കഥകൾ, വിശ്വാസം നഷ്ടപ്പെടുന്നു. എന്തേ പ്രിയമുള്ളവരെ, ഇവിടേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് സർവലോക പരിപാലകനായ അല്ലാഹ് നിശ്ചയിച്ച യഥാർത്ഥമായ റൂട്ടിൽ നിന്ന് പിടുത്തം വിട്ടാൽ ശാന്തി തേടി അലഞ്ഞ് അതേ കാറ്റത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പൂപ്പൻ താടികളെ പോലെ അതിനൊരു ലക്ഷ്യമില്ലാതെ പലയിടത്തേക്കും അതേ ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു الطير ഔ തഹ്വീ ബിഹി الريح في مكان سحيق. എന്നറിയില്ലല്ലോ, മുകളിൽ നിന്ന് താഴോട്ട് വീണാൽ കാറ്റ് എവിടേക്കും നയിച്ചു കൊണ്ടുപോകാവുന്ന ഒരു രൂപത്തിലുള്ള കൃത്യമായ തനിക്ക് എന്ത് സ്വീകരിക്കണം എന്ന ഒരു കൃത്യമായ തീരുമാനം പോലും എടുക്കാനാവാതെ മനുഷ്യനിങ്ങനെ തളർന്ന് നശിച്ചു പോകുന്ന ഒരു ലോകം.
ഇവിടെയാണ് ഈ പ്രമേയത്തിന്റെ പ്രസക്തി. മനുഷ്യ, നിന്നെ അറിയാവുന്ന, നിന്നെ മാത്രമല്ല നിന്റെ ലോകത്തുള്ള ചുറ്റുപാടുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടികളെയും മുഴുവനും അറിയാവുന്ന നാഥനാണ് നിന്നോട് പറയുന്നത്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സർവ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയാനുള്ള, മാനവ സമൂഹത്തോട് മുഴുവനും അവൻ ഏത് നാട്ടിൽ പിറന്നു, ഏത് ജാതിക്കാരനായി, ഏത് മതത്തിന്റെ ആളായി അറിയപ്പെടുന്നു എന്ന് നോക്കാതെ മുഴുവൻ മനുഷ്യരോടും പറയാവുന്ന തത്വം. ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കുകയല്ല. മാനവ സമൂഹത്തിന് ഏറ്റവും വലിയ വഴികാട്ടിയായിക്കൊണ്ട് അതിനുള്ള ആ രൂപത്തിലുള്ള നിയമങ്ങളെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന ഒരു സെഷൻ ഈ 4 ദിവസത്തെ പ്രോഗ്രാമുകൾക്കിടയിൽ വരാനുണ്ട്. മാനവ സമൂഹത്തിന്റെ മൊത്തമുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഞാനതിലേക്ക് പ്രവേശിക്കുകയല്ല. സർവലോക പരിപാലകനായ നാഥൻ ആവശ്യപ്പെടുന്നു, നിങ്ങളെ സൃഷ്ടിച്ചവനായ, നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചവനായ ആ റബ്ബിലേക്ക് നിങ്ങൾ തിരിയണം. അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. റബ്ബല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പലരും പലതിൻ്റെയും പിന്നാലെ പോയത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിഷ്ഫലമാണ് ജനങ്ങളെ നിങ്ങളുടെ ഈ നെട്ടോട്ടം. നിങ്ങളെവിടെ ഓടിയിട്ടും ശാന്തി കിട്ടില്ല. ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല, ആരും നിങ്ങളെ രക്ഷകനായി വരില്ല. കാരണം വൃഥാ വേലയാണ് നിങ്ങൾ ചെയ്യുന്നത്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അവനോട് മാത്രമാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന. മറ്റാരോട് പ്രാർത്ഥിച്ചാലും പ്രിയമുള്ളവരെ ഉത്തരം ചെയ്യൂല. ഒരു നിലക്കും അവർ ഉത്തരം ചെയ്യൂല. ഏതുപോലെ വെള്ളത്തടാകത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് സ്വീകരിക്കാനോ അത് കോരിയെടുക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ലാതെ ഒരു വെള്ളത്തടാകത്തിലേക്ക്, കിണറ്റിലേക്ക് വെള്ളം എന്ന് പറഞ്ഞ് ഇരു കൈകളും നീട്ടിപ്പിടിച്ചവന്റെ കൈകളിലേക്ക്, അവന്റെ വായയിലേക്ക് വെള്ളമെത്തുമോ? ഇല്ല. കാലാകാലം കൈ നീട്ടിപ്പിടിക്കാന്നല്ലാതെ തേടുക, വിളിച്ച് പ്രാർത്ഥിക്കുക, കരയുക, നേർച്ച ചെയ്യുക, സുജൂദ് ചെയ്യുക, ബലി കൊടുക്കുക, വഴിപാട് നടത്തുക ഒക്കെ ചെയ്യുക എന്നതല്ലാതെ ഫലം കിട്ടുകയില്ല, ഉത്തരം നൽകുകയില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, അത് മുഴുവനും വഴികേടിന്റെ പ്രാർത്ഥനകളാകുന്നു. ഈ നിത്യസത്യത്തിൽ നിന്ന് മനുഷ്യന്മാർ പോയതാണ് മഹാഭൂരിപക്ഷത്തിനും പ്രശ്നമുണ്ടായത്. അതാണല്ലോ പറയുന്നത്. അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടല്ല പലരും. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അള്ളാഹുവിൽ അവരിലെ അധിക പേരും വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവര് മുശ്രിക്കുകളായി കൊണ്ടല്ലാതെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സർവലോക പരിപാലകനായ റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ മറ്റു പലരിലേക്കും അങ്ങ് ചാർത്തിക്കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ പലരിലേക്കും കൊടുക്കുകയാണ്. എല്ലാം കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും കഴിയുന്നവരും, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്നവരും, വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവരുമൊക്കെ വേറെയുമുണ്ട് എന്ന സങ്കല്പത്തിലേക്ക് മനുഷ്യൻ പോയി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വരെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങനെ തന്നെ ഇപ്പോഴും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലായിടത്തുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാണ്. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, എവിടെ നിന്ന് വിളിച്ചാലും കേട്ട് നമുക്ക് ഉത്തരം ചെയ്യും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തോടെ വിളിക്കുകയാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. എൻ്റെ നേതാവായ റസൂലേ, നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഈ സമുദായത്തെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ. അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ, അവർക്കും നമ്മെപ്പോലെ സ്വർഗമല്ലേ ലഭിക്കേണ്ടത്. അവർ നരകത്തിയിൽ കിടന്ന് കത്തിയെരിയുന്നത് കാണാൻ നമുക്ക് സാധ്യമാകുമോ?
ഈ ആദർശ പേറികൊണ്ട് നടക്കുന്ന, അതറിയാതെ അതിൻ്റെ അപകടമറിയാതെ പോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എല്ലാവരും സത്യം മനസ്സിലാക്കി പിടിവാശിയുള്ളവരല്ല. അവരെ ഉണർത്തേണ്ടതുണ്ട്. എന്താ വിളിച്ച് നബി തങ്ങളോട് പറയുന്നത്? നേതാവായ എൻ്റെ പ്രവാചകരെ, ഖുദ് ബിയദീ, എൻ്റെ കൈ പിടിക്കൂ നബിയേ, മാലീ സിവാക വലാ അൽവി അലാ അഹദീ, എനിക്ക് അങ്ങല്ലാതെ എൻ്റെ കൈ പിടിക്കാനില്ല, എനിക്ക് അഭയം പ്രാപിക്കാനും എന്നെ രക്ഷിക്കാനും ഒരാളുമില്ല നബിയേ അങ്ങല്ലാതെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു പറയുന്ന ധാരാളക്കണക്കിന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ നിങ്ങളുടെ കുടുംബങ്ങളിലില്ലേ? നിങ്ങളുടെ അയൽക്കാരിലില്ലേ? നിങ്ങളുടെ സഹപ്രവർത്തകരിലില്ലേ? നിങ്ങളുടെ പരിചയക്കാരിലില്ലേ? നാട്ടുകാരിലില്ലേ? അതെല്ലാം ഇടപെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ നിയന്ത്രിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരികയാണ്. മാത്രമല്ല പലപ്പോഴും യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖുദ് ബിയദീ ഖുദ് ബിയദീ എന്ന് മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ റൂമിന്റെ സമീപത്ത് പോയിട്ട് ഖുദ് ബിയദീ ഖുദ് ബിയദീ, എൻ്റെ കൈപിടിക്കൂ കൈപിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിക്കൊടുത്തു എന്നും അതിന് പകരമതാ മറ്റൊരാളുടെ കൈ പകരം പിടിച്ചോളൂ, അതെന്റെ കൈക്ക് തുല്യമാണെന്ന് വരെ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ മാത്രം മാനസികമായി ആത്മീയ ചൂഷകന്മാർക്ക് മനസ്സ് കൊടുത്ത് അടിമകളായി പോയ ഒരു ഖൗമിനെ രക്ഷിക്കേണ്ടതില്ലേ നമുക്ക്? ഒരു സമൂഹത്തോട് ഉത്ബോധനം കൊടുക്കേണ്ടതില്ലേ നമുക്ക്? ആൾദൈവങ്ങളുടെയും ആത്മീയ ചൂഷകന്മാരുടെയും ഒക്കെ ഏറ്റവും വലിയ അപകടം അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു സമൂഹത്തിന്റെ മനസ്സാണ് അവരാദ്യം അടിമപ്പെടുത്തുന്നത്. അവരുടെ പണം എടുക്കുന്നതിന്റെ മുമ്പേ അവരുടെ മനസ്സാണ് പടയപ്പെടുത്തുന്നത്. എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തക്ക ഒരു മനസ്സിന്റെ ഉടമകളാക്കി മാറ്റുന്നു. നിങ്ങൾ ചിന്തിച്ചോ, മരിച്ചുപോയവരാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാണിപ്പോഴും ലോകത്ത് കൺട്രോൾ ചെയ്യുന്നത് എന്നത് സമൂഹത്തിൽ ഇപ്പോഴും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന നിലക്ക് നിങ്ങളൊരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഈ അടുത്ത കഴിഞ്ഞൊരു മാസമാണ് കേരളത്തിലെ സമസ്തയുടെ AP വിഭാഗത്തിന്റെ, മനസ്സിലാകാൻ വേണ്ടി പറയാണ്, AP വിഭാഗത്തിന്റെ പ്രസിഡന്റായിരുന്ന ഉള്ളാൾ തങ്ങൾ മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പടുത്ത് ആ നാട്ടിൽ ദർഗയുണ്ടാക്കിയത് കൃത്യമായി അവിടെ ആളുകൾ സിയാറത്തിന് വരുമ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കമന്റ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇനി ബഹുമാന്യനായ ഉള്ളാൾ തങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് സമസ്തയെ നിയന്ത്രിക്കും കേട്ടോ. മഹാനവറുകൾ ഇനി ഇവിടെ ഖബറിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇനി കേരളത്തിൽ നമ്മുടെ സമസ്തയെ നിയന്ത്രിക്കും, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നാണ്. പ്രിയമുള്ളവരെ, ആ വാചകത്തിലെ അപകടം, ഈ സമുദായം അവിടെ എത്തി നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ ദുരന്തം, അത് നമ്മൾ കാണാതെ പോകരുത്. അതൊരു സംഘടനയുടെയോ ആളുകളെയോ കുറ്റപ്പെടുത്തലായി മനസ്സിലാക്കരുത്. അവരെയും നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അവരിലും നമുക്ക് ഈ സന്ദേശത്തെ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. അതെ, റബ്ബിൽ നിന്നുള്ള കൃത്യമായ സന്ദേശങ്ങളെ വിട്ട് മറ്റുള്ളവരിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ തിരിഞ്ഞപ്പോൾ അവനിൽ ഒരു തരം മാനസികമായ അടിമത്തം വന്നു. റബ്ബിനോടല്ല അടിമത്തം വന്നത്, ഈ ചൂഷകന്മാരോടാണ് അടിമത്തം വന്നത്. എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്നവരവസ്ഥയിൽ എത്തിയ ഒരു കൂട്ടം അനുയായികളെ കിട്ടി. അതുകൊണ്ടാണ് തിരുശേഷിപ്പുകൾ എന്ന് കേൾക്കുമ്പോ എന്തും വാരിപ്പുണരാൻ ഒരു സമൂഹം തയ്യാറാകുന്നത്. ആദ്യം കൊണ്ടുവന്നത് എന്താണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിരസിലെ മുടിയാണെന്ന് പറഞ്ഞൊരു മുടി കൊണ്ടുവന്നു. മൂന്ന് മുടിയുണ്ട് ഞങ്ങളുടെ ഉസ്താദിന്റെ കയ്യിൽ എന്നാണ് ആദ്യം പറഞ്ഞത്. മുടി, തലയിലെ മുടി, താടിയിലെ മുടി, കയ്യിലെ രോമം, ഇങ്ങനെ 3 മുടി ഞങ്ങളുടെ നേതാവിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, ആ മുടി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി കോടികളുടെ കേന്ദ്രത്തിന് വേണ്ടി പരസ്യം കൊടുത്തു. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് നാടൊട്ടാകെ ഫ്ലക്സുകൾ നിരന്നു. 40 കോടിയും അതിലധികവും പിരിച്ചെടുത്തു. എത്രയോ പിരിച്ചെടുക്കട്ടെ പ്രിയമുള്ളവരെ, അതല്ല വിഷയം. പിന്നീടതാ കേൾക്കുന്നത് എന്താണ്? ഇതിന് അടിസ്ഥാനമില്ലെന്ന് പറയാൻ തുടങ്ങി. പലരും ജനതയങ്ങ് വളഞ്ഞു ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ
ട്യൂണൊന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മുടി വെക്കാൻ ഒരു കേന്ദ്രമുണ്ടാക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. സമൂഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യമോ ദൗർഭാഗ്യമോ, എത്ര പെട്ടെന്ന് ആ സമൂഹം മറക്കുന്നത്. ആ ഫ്ലക്സുകൾ കേരളത്തിൽ മുഴുവൻ ഉയർന്നതും പിരിവ് നടത്തിയതും തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ബിൽഡിങ്ങിന്റെ ചിത്രം കൊടുത്തതൊക്കെ ആളുകൾ പെട്ടെന്ന് അങ്ങ് മറന്നു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നായി പത്രക്കാരുടെ മുമ്പിൽ. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൊല്ലം മറ്റൊരു നമ്പർ. ഇപ്പോൾ മുടിയിട്ട വെള്ളം മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, എന്റെ കയ്യിൽ ഇപ്പോൾ അതാ പൊടിയും കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയുടെ റൗള, ആ ഖബറിന്റെ പുറത്ത് വിതറുന്ന ചന്ദനപ്പൊടിയും അതുപോലെ തന്നെ മറ്റു മണ്ടരികളുമൊക്കെ എനിക്ക് മദീനയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ വെള്ളത്തിൽ ഇക്കുറി സ്പെഷ്യലായി ചേർക്കുന്നുണ്ട്. കൂടെ സംസമും കലർത്തുന്നുണ്ട്. ഇങ്ങനെ മുടിയും പൊടിയും സംസമും കൂടി ഒരു മുക്കൂട്ടായി കൊണ്ടുള്ള വെള്ളമാണ് ഇക്കുറി ഞാൻ വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതും വിശ്വസിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി. അതും കഴിഞ്ഞ് അവസാനമതാ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചയിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു മാറിയപ്പോൾ അവസാനമതാ കോഴിക്കോട് വെച്ച് ഒരു പാനപാത്രം കൊണ്ടുവന്നു. ഒരു ചട്ടിയുമായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ളത്. അതേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാനം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ കോപ്പയാണിത്, ചട്ടിയാണിത്, പാത്രമാണിതെന്ന് പറഞ്ഞ് ഒരു ചീനച്ചട്ടി അതാ ഉയർത്തി കാണിച്ച്, ഇതിലേക്ക് നോക്കി ബർക്കത്തെടുത്തോളൂ ജനങ്ങളെ, ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇതിൽ നീരൊഴിച്ച് ഈ പാനപാത്രത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ബറക്കത്ത് നിങ്ങളുടെ വായകളിലേക്ക് എത്തിക്കാൻ മാർഗമെന്തുണ്ടെന്ന് അബൂബക്കർ തീരുമാനിക്കുമെന്ന് കൈമാറിയ വ്യക്തി പറയുക കൂടി ചെയ്തപ്പോൾ ജനങ്ങളാകെ സന്തോഷത്താൽ മതിമറന്ന് മാനസികമായ അടിമത്തം കാരണത്താൽ ഒരു പ്രശ്നം തന്നെ പരിഹാരമാകാതെ കിടക്കുമ്പോഴും രണ്ടാമത്തെ പുത്തൻ ചട്ടിയെ കുറിച്ചും തക്ബീർ വിളിച്ചുകൊണ്ട് സ്വീകരിച്ചു. എവിടെയാണ് മനുഷ്യന് പിഴക്കുന്നത്? ഏത് ആൾ ദൈവങ്ങളാണെങ്കിലും ആത്മീയ ചൂഷകന്മാരാണെങ്കിലും മനുഷ്യർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗം, അവർ പറയുന്നിടത്തേക്ക് മുഴുവൻ മാനസികമായി ഒരു വിഭാഗം ജനങ്ങൾ അടിമത്തത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതാണ്. അങ്ങനെ എത്തി അവസാനം എന്തായി? പാനപാത്രം അത് തിരിച്ചു കൊടുത്തു എന്നും അല്ലാന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതോ ഒരു ചട്ടി കൊണ്ടുവന്നു. ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത്, ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ, ഒരു പുള്ളി കോട്ടിട്ടിട്ടാണ് ഇപ്പൊ മൂപ്പര് നിൽക്കുന്നത്. ഒരു പുള്ളി കോട്ടിട്ടിട്ട് പറയുന്നു, ഇത് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമ്പോൾ ധരിച്ചിട്ടുള്ള കോട്ടാണ്. ആ കോട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഉസ്താദ് അതുകൊണ്ട് ബറക്കത്തെടുക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞ് ഒരു നെടുനീളൻ കോട്ട്, ഒരു പുള്ളിക്കോട്ട് ധരിച്ചുകൊണ്ട് മൂപ്പരങ്ങനെ നിൽക്കുന്നു. അപ്പൊ ജനങ്ങൾ സന്തോഷിക്കുന്നു, ഉസ്താദിന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ട് കിട്ടിയല്ലോ. ഇനി നാളെ എന്തൊക്കെയാണ് കൊണ്ടുവരിക? ഇപ്പോൾ തന്നെയുണ്ട് നഅ്ലേ ശരീഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം. നഅ്ലേ ശരീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെരുപ്പ്. ആ ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു ചിത്രമുണ്ടാക്കി. നഅ്ലേ ശരീഫിന്റെ ഒരു ചിത്രം. ആ ചിത്രം ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റാക്കി ചെറിയ ചെറിയ പീസുകളാക്കി പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നു. റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുത്ത് ഞങ്ങൾ നടക്കുന്നു. ഇനി അവസാനം ചെരുപ്പ് തന്നെ വരും, വടി വരും. മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് വെച്ച് ആദ്യമായി കഴിച്ച ആ ഫലത്തിന്റെ കടിച്ച ബാക്കി ഭാഗം എനിക്കിതാ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോഴും ഈ മാനസികമായ അടിമത്തത്തിൽ എത്തിച്ചേർന്ന ജനത തക്ബീർ ചൊല്ലി അതും സ്വീകരിക്കുന്നു. ഈ ഒരു ദുരന്തം, ഈ ഒരവസ്ഥ, ഇതാണ് സമൂഹത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തം. മനുഷ്യർ സർവലോക പരിപാലകനായ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളെ വിട്ട് മനുഷ്യന്മാരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ നിയമങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് സമാധാനമെന്ന് വിചാരിച്ചു പോവുകയാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വകരങ്ങൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ ദൈവീകമാണെന്ന് അവകാശപ്പെട്ട് അത് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ ലാഭവും വരുമാനവും പറ്റുവാൻ വേണ്ടി
അവരുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവർക്കും നാശം, അവർ സമ്പാദിച്ചതിനും നാശം എന്ന് അല്ലാഹു തആല പറയുന്നത്. പ്രിയമുള്ളവരെ, അവിടേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും നിയമങ്ങളിൽ നിന്ന് മനുഷ്യൻ പോയിട്ട് ആളുകൾ ധാരാളമായി തടിച്ചുകൂടുന്ന വേദികളിലൂടെ, അതുപോലെ തന്നെ ചാനലുകളിലൂടെയൊക്കെ പല പ്രഭാഷകന്മാരും ജനങ്ങളോട് പറയുന്നത്, മുസ്ലിമായി മരിക്കാനിതാ ഞങ്ങൾ നിങ്ങൾക്ക് ചില ദിക്റുകൾ തരുന്നു. അങ്ങനെ വീടുകളിൽ പരിശുദ്ധ ഖുർആനും ദിക്റുകളും പോയിട്ട് മൻസിലുകൾ സ്ഥാനം പിടിക്കുന്നു, മഫാസുകൾ സ്ഥാനം പിടിക്കുന്നു. അതുപോലെ തന്നെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. ഒരു പ്രഭാഷകർ ആ ചാനലിലൂടെ ആളുകളോട്, കുടുംബങ്ങളോട് പറയുകയാണ്, എല്ലാ വെള്ളിയാഴ്ചയും ജുമഅക്ക് മുമ്പ് 5 തവണ നിങ്ങൾ ഈ ദുആ പറഞ്ഞാൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല. നമ്മൾ മനസ്സിലാക്കണം, എവിടുന്നാണ് ഇത് കിട്ടിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ ദുആ ചൊല്ലിയ ദുആയാണിത് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിവരിക്കുകയാണെങ്കിൽ എത്രയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണോ, സ്വഹാബത്ത് ചൊല്ലിയതാണോ, ഏതോ ഒരു കവി പിൽക്കാലത്ത് ചൊല്ലിയ ഈരടികൾ, അത് വലിയ കാര്യത്തിൽ എല്ലാ ജുമഅയുടെയും മുമ്പ് 5 തവണ അത് പറഞ്ഞാൽ മുസ്ലിമായിട്ടല്ലാതെ മരിക്കൂല എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദുആകളിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന് മനുഷ്യൻ ഒഴിവായി മനുഷ്യ നിർമ്മിതമായ ദിക്റുകളിലേക്ക്, ദുആകളിലേക്ക് തിരിഞ്ഞപ്പോ അതിലൂടെയാണ് സ്വസ്ഥതയും സമാധാനവും എന്നവൻ മനസ്സിലാക്കി. പക്ഷേ കിട്ടുന്നില്ല. കാരണം എന്താ? ശരിയായ നിയമങ്ങളിൽ നിന്നവൻ മാറിപ്പോയി. ഇങ്ങനെ എവിടെയൊക്കെ മനുഷ്യൻ ഈ നിയമങ്ങൾ അവഗണിച്ചോ അവിടെയൊക്കെ അബദ്ധങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് അബദ്ധങ്ങളാണ് കാണാൻ കഴിയുന്നത്. മനുഷ്യനോട് പറഞ്ഞു, നിനക്കെന്താ ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതക്കും സമാധാനത്തിനുള്ള മാർഗം എന്താ? സ്വൈര ജീവിതത്തിൽ എന്താണ് വേണ്ടത്? നിന്റെ കണ്ണ് നിയന്ത്രിക്കണം, നിന്റെ കാത് നിയന്ത്രിക്കണം, നിന്റെ നാവ് നിയന്ത്രിക്കണം, നിന്റെ ലൈംഗികാവയവം നിയന്ത്രിക്കണം. കൃത്യമായി അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. പക്ഷേ സർവലോക പരിപാലകൻ നിശ്ചയിച്ച നിയമത്തിൽ നിന്ന് മാറിയിട്ട് കണ്ണിനെ അങ്ങോട്ട് അയച്ചുവിട്ടു. കണ്ടതിലേക്കെല്ലാം കൊത്തിപ്പറിക്കാൻ കണ്ണിനെ പറഞ്ഞേച്ചു. മനുഷ്യന്റെ സ്വസ്ഥത പോയി. ദമ്പതികൾക്കിടയിൽ സ്വന്തം ഇണയോട് സ്നേഹം കുറഞ്ഞു വരുന്നു. സ്വന്തം ഇണ ഭംഗി പോരാ, ഭർത്താവ് ഭംഗി പോരാ എന്ന് ഭാര്യയ്ക്ക് അഭിപ്രായം, ഭാര്യ ഭംഗി പോരാ എന്ന് ഭർത്താവിന് അഭിപ്രായം. എത്രത്തോളം ഒന്ന് ഇണങ്ങി തൻ്റെതായ സ്വകാര്യ നിമിഷമൊന്ന് പങ്കിടണമെങ്കിൽ പോലും മറ്റാരെങ്കിലും മനസ്സിൽ സങ്കല്പിക്കാതെ എനിക്ക് ഇടപെടാനാകുന്നില്ല എന്ന് മനഃശാസ്ത്രജ്ഞരുടെ മുമ്പിൽ പോയും അല്ലാത്തവരുടെ മുമ്പിൽ പോയും ഒക്കെ പറയേണ്ടി വരുന്ന ഒരു ഗതികേട്. എവിടെയാണ് പിഴച്ചത്? അള്ളാഹ് നിശ്ചയിച്ച നിയമത്തിൽ നിന്ന് മാറിയിട്ട് കണ്ണിനെ ലക്കും ലഗാനുമില്ലാതെ പലയിടത്തേക്കും തെണ്ടിത്തിരിഞ്ഞ് അയച്ചു വിട്ടപ്പോൾ, പലതും അവൻ കണ്ടാസ്വദിച്ചപ്പോൾ, തന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് ഇതൊന്നുമില്ലെന്ന തോന്നൽ, തന്റെ ഭർത്താവിന് ഇതൊന്നുമില്ലെന്ന തോന്നൽ, അത് കണ്ട് 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 ഒരു തരം മാനസികമായ അടിമത്തത്തിൽ പെട്ടുപോയപ്പോൾ ആ കണ്ണുകൊണ്ട് സ്വന്തം ഭാര്യയെ നോക്കുമ്പോൾ ഭംഗി പോരാ, ആ കണ്ണുകൊണ്ട് പിന്നെ സ്വന്തം ഭർത്താവിനെ നോക്കുമ്പോൾ ഭംഗി പോരാ. ദാമ്പത്യം പരാജയമാണ്. പലരെയും സങ്കല്പിച്ചുകൊണ്ട് പലരും ചെയ്യേണ്ടി വരുന്ന ദുരന്തം. എന്തുമാത്രം മതപ്പതനം, സമാധാനം നഷ്ടപ്പെടുന്നവരവസ്ഥ. മനസ്സുകൾ എന്തേ ഇങ്ങനെയായി പോകുന്നത്? നിയമം എവിടെയെല്ലാം കാറ്റിൽ പറത്തുന്നുവോ അവിടെയെല്ലാം പ്രയാസങ്ങളാണ്. എന്തേ പെണ്ണിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? പെണ്ണിനോട് പറഞ്ഞു കൃത്യമായ നിയമം, നിന്റെ നന്മക്കുതകുന്ന നിയമം. നിന്റെ ശരീരം മറച്ചു പുറത്തിറങ്ങലാണ്. നിന്റെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ നീ തുറന്നിടാൻ പാടില്ല. ആരുടെ മുമ്പിൽ തുറക്കണം എന്ന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. കൃത്യമായ നിയമങ്ങൾ വെച്ചു. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, സംസാരത്തിന്റെ ശൈലിയിൽ പറഞ്ഞു, നടത്തത്തിലുണ്ടാകുന്ന ശബ്ദങ്ങളെ കുറിച്ച് പോലും വളരെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എല്ലാ രംഗത്തും വഴിവിട്ടുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും അങ്ങ് വൈഡാക്കി മറ്റൊരു ലോകത്തേക്ക് മനുഷ്യനങ്ങ് പറന്നുപോയപ്പോ അല്ലാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള
അധുനാധുന മീഡിയകൾ പോലും മനുഷ്യന് ദുരന്തമായി പോയി. നെറ്റുകൾ അവന്റെ കൊലയാളിയായി, നെറ്റുകൾ അവന്റെ ദുരന്തമായി മാറി. മൊബൈലുകൾ അവന്റെ ജീവിതത്തെ തന്നെ തകർക്കുന്ന നരകീയമായ വസ്തുവായി മാറി. എന്തേ കാരണം? ഈ ഉപകരണങ്ങളൊക്കെ നല്ലതല്ലേ? ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? നന്മയുടെ മാർഗത്തിലേക്ക് തിരിക്കേണ്ടതിന് പകരം മണിക്കൂറുകൾ നീളുന്ന അനാവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഓരോരുത്തരുടെയും കൈകളിലുള്ള വീടുകളിലുള്ള മൊബൈലുകളും നെറ്റുകളും തരം താഴ്ന്നു പോയപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ സർവലോക പരിപാലകനായ റബ്ബ് മാതാപിതാക്കളുടെ കണ്ണുകൾ ഉറങ്ങും, അയൽക്കാരുടെ കണ്ണുകൾ ഉറങ്ങും, സഹപ്രവർത്തകന്മാരുടെ കണ്ണുകൾ ഉറങ്ങും, ഒരേ റൂമിൽ താമസിക്കുന്ന മറ്റുള്ളവരുടെ ഒക്കെ കണ്ണുകൾ ഉറങ്ങും. പക്ഷേ ഉറങ്ങാത്ത കണ്ണുകളുള്ള എൻ്റെ ഒരു റബ്ബുണ്ട്. ആ നാഥൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ നാഥൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, ആ നാഥൻ എൻ്റെ ചലനങ്ങൾ അറിയുന്നു. എൻ്റെ വിരൽ തുമ്പുകൾ കൊണ്ട് ഞാൻ ഏതെല്ലാം സൈറ്റുകളിലേക്ക് കടന്നു കയറുന്നു എന്ന് സർവലോക പരിപാലകൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്ന കൃത്യമായ ബോധവൽക്കരണം, കൃത്യമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് സ്വസ്ഥതയാണ്, സമാധാനമാണ്. നമ്മുടെ ഇണയോട് സംസാരിക്കുമ്പോഴുള്ള വല്ലാത്തൊരു ആനന്ദം അതുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് മനസ്സ് പോകാതിരിക്കണമെങ്കിൽ അതിനല്ല നിശ്ചയിച്ച കൃത്യമായ നിയമത്തിലൂടെ മുന്നോട്ട് പോകണം. അവിടെ അത് വഴി മാറിയപ്പോൾ കുടുംബങ്ങളിൽ അശാന്തി പകർന്നു, ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചു, പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കൂടെ പോകാൻ തുടങ്ങി. മുസ്ലിം പെൺകുട്ടികൾ വരെ, എൻ്റെ പ്രവാസികളെ, നാം ഒരുക്കിക്കൊടുത്ത സൗകര്യങ്ങൾ, നാടുകളിലേക്ക് വീടുകളിലേക്ക് 1-2 മാസത്തെ ലീവിന് നമ്മൾ പോകുന്നു. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനല്ലേ ഞാൻ കടൽ കടന്നത്? അവരുടെ ഒരാശയല്ലേ ഒരു നെറ്റ് കണക്ഷൻ, അവരുടെ ഒരാശയല്ലേ ഒരു ചാനൽ കണക്ഷൻ, അവരുടെ ഒരാശയല്ലേ ഒരു നെറ്റ് സംവിധാനമുള്ള ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ അധ്വാനിച്ച് ചോരനീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിക്കൊടുത്ത അതേ സംവിധാനങ്ങൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ലൈനിലേക്ക് കൊണ്ടുപോയപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ വരെ 10, 13, 15 പ്രായമായി വരുന്ന പെൺമക്കൾ വരെ ആത്മഹത്യ ചെയ്തു പോയി. ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, എഴുതി വെച്ചു അവര്, ഖബർ ശിക്ഷ ഞങ്ങൾക്കുണ്ടാകരുതേ, ഗതികേട് കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്തു പോവുകയാണ് ഉപ്പ, ഗതികേട് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ഉമ്മ എന്ന് പൊന്നുമോളന്റെ ആത്മഹത്യാ കുറിപ്പെഴുതാൻ കാരണം ആരാണ്? ഇതിന്റെ തുടക്കക്കാര് പ്രവാസികളെ. ആ മക്കൾക്ക് നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ആ മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുത്തു. പക്ഷേ കൊടുക്കേണ്ട ഒരു കാര്യം കൊടുത്തോ നമ്മൾ? എൻ്റെ വാപ്പ അറിഞ്ഞില്ലെങ്കിലും ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ലോകത്തെ എല്ലാ കണ്ണുകളും ശാന്തമായി ഉറങ്ങുമ്പോഴും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം എന്നും ജീവിച്ചിരിക്കുന്നവര് നാഥൻ, അവൻ മാത്രമാണ് ഇലാഹ്. അവന്റെ കണ്ണുകൾക്ക് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. അവൻ എന്നെ കാണുന്നു, അവൻ എന്നെ നിയന്ത്രിക്കുന്നു, അതിന്റെ എല്ലാം രേഖപ്പെടുത്തുന്നു. ഞാൻ മണിക്കൂറുകളോളം ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുവെങ്കിൽ ഞാൻ എന്തെഴുതിയാലും അത് ബാക്കിയുണ്ട്, ഞാൻ മരിച്ചാലും അത് ബാക്കിയുണ്ട്. എന്റെ ലഫ്ളുകൾ അതിവിടെ രേഖപ്പെടുത്തുന്നു. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്തൊന്നുരിയാടുമ്പോഴും സംസാരിക്കുമ്പോഴും അതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബോധം പകരാൻ നമുക്ക് സാധ്യമായില്ല. ഇവിടെയാണ് ചെറുപ്പക്കാരെ, ഇവിടെയാണ് യുവാക്കളെ, വിദ്യാർത്ഥികളെ, കുട്ടികളെ നമ്മുടെ മനസ്സുകൾ പതിയേണ്ടത്. ഞാനതിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. കുട്ടികൾക്കുള്ള സെഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, മക്കളുള്ള ഉമ്മമാരോട്, പെങ്ങന്മാരോട്, രക്ഷിതാക്കളോട് പറയട്ടെ, ഈ ഒരു സമ്മേളനം കഴിഞ്ഞ് നിങ്ങൾ വെറുതെ അങ്ങ് പോയാൽ പോരാ. ഇതൊരു തുടക്കമാണ്. നാളെ മുതൽ ഇവിടെ നടക്കാനിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ടോർച്ചടിച്ച് കാണിച്ചു തരുന്ന, ദിശാബോധം നൽകുന്ന ക്ലാസ്സുകളാണ്. അതിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന അഖീദയുടെ ക്ലാസ്സുകളുണ്ട്. പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടുന്ന ഭയാനകമായ ലോകത്തിന്റെ
അതിന്റെ കൃത്യമായ വർണ്ണനകൾ വരുന്ന ക്ലാസ്സുകളുണ്ട്. തന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്ന പഠന സെഷനുകളുണ്ട്. ചെറിയ മക്കൾക്കുണ്ട്, അതേ ടീനേജ് പ്രായത്തിലുള്ളവർക്കുണ്ട്, കൗമാരക്കാർക്കുണ്ട്, യുവാക്കൾക്കുണ്ട്, വനിതകൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. അത് നേടിയെടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളോടെ വെറുതെ കുറെ ആളുകൾ കൂടി കുവൈത്തിൽ ഒരു വലിയ സമൂഹം, അതേ ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ഇസ്ലാമിക് സെമിനാർ ഗംഭീര വിജയമായി എന്ന് മീഡിയകളിൽ വരാനല്ല പ്രിയമുള്ളവരെ, നമുക്കിതിലൂടെ വലിയ മാറ്റമുണ്ടാകണം. ഈ ശബ്ദം ശ്രവിക്കുന്നവർ നിങ്ങളുടെ ബാധ്യതയാണ്. നാളെ കാലത്ത് മുതൽ രണ്ടാം ദിനം തുടങ്ങുമ്പോൾ ഇതിലെ പരമപ്രധാനമായ ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രവാസികളെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? പല വാർത്തകളും വായിക്കുമ്പോ എന്റെ പൊന്നുമോൾ, എന്റെ പൊന്നുമോൻ, എന്റെ ഇണ, എന്റെ മക്കൾ, എന്റെ കുടുംബങ്ങൾ, എന്റെ അയൽക്കാർ, എന്താണ് അവരുടെ സ്ഥിതി എന്നോർത്തുകൊണ്ട് ഉറങ്ങാനാവാതെ കഴിയുമ്പോ പരിഹാരം എന്തെന്ന് പണ്ഡിതന്മാര് നിങ്ങളോട് ഇനിയും വരാനിരിക്കുന്ന 3 ദിവസങ്ങളിലൂടെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരാൻ പോകുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എത്രത്തോളം എളുപ്പമാക്കിയിട്ടാണ് റബ്ബി ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ചോദ്യം നമ്മുടെ അടുത്തേക്കാണ്. എനിക്കിതൊന്നും അങ്ങനെ മനസ്സിലാവില്ല എന്നാ പലരും പറയുന്നത്. ഇനിയിപ്പോ ദീന് കേട്ടിട്ടൊന്നും ഉൾക്കൊള്ളാനാവില്ല, ഖുർആനൊക്കെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയാണ്. അല്ല, അത് അവതരിപ്പിച്ച നാഥനാണ് പറയുന്നത്. ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ ലളിതമായ നിലക്ക് ഒട്ടകത്തെ മേച്ചുകൊണ്ട് നടന്നിരുന്ന, അതേ യാതൊരു വിദ്യാഭ്യാസവുമില്ലാതെ കേവലം ഒരു പാൽക്കാരി പെണ്ണിനോട് അതേ മോളെ പാലിൽ വെള്ളം ചേർക്കൂ എന്ന് പറയുമ്പോ റബ്ബ് കാണുന്നില്ല ഉമ്മാ എന്ന് ചോദിക്കാൻ പര്യാപ്തരാക്കിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം പഠിക്കാൻ എളുപ്പമാണ്. QHLS സംവിധാനങ്ങൾ നിങ്ങൾക്കില്ലേ? ഖുർആൻ ലേണിംഗ് സംവിധാനങ്ങളില്ലേ? ഹദീസ് പഠന സംവിധാനങ്ങളില്ലേ? ഖുതുബകളിലൂടെ വിജ്ഞാനത്തിന്റെ മധു കിട്ടുന്നില്ലേ? പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്കത് ലഭിക്കുന്നില്ലേ? ഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ? കൊച്ചു കൊച്ചു പുസ്തകങ്ങളിലൂടെ, ലഘുലേഖകളിലൂടെ നിങ്ങൾക്കത് പകർന്നു തരപ്പെടുന്നില്ലേ? ആ ഇൽമൊന്ന് സംശീകരിച്ച് അതൊന്ന് കേട്ട് ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കാൻ ആളുണ്ടോ എന്ന് റബ്ബ് ഇങ്ങോട്ടാണ് ചോദ്യമറിഞ്ഞിരിക്കുന്നത്. റബ്ബേ, ഞാൻ തയ്യാറാണ്. കവാടം എനിക്ക് മുമ്പിൽ മലർക്കെ തുറന്ന് തന്നാലും അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഏത് സംഘർഷങ്ങളും മല പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉരുണ്ടുകൂടിയ ഏത് സംഘർഷങ്ങളെയും മഞ്ഞുപോലെ ഉരുക്കിക്കളയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് ചോദിച്ചത്? അല്ലാഹുവേ, ഈ ഗ്രന്ഥത്തെ എൻ്റെ ഹൃദയത്തിന് നീ വസന്തമാക്കണേ, എന്റെ ദുഃഖത്തെ നീക്കിക്കളയുന്നതാക്കണേ, എന്റെ ഹൃദയത്തിന്റെ രഞ്ജകത്തിലെ ഇരുട്ടുകളെ വകഞ്ഞു മാറ്റിയിട്ട് അവിടെ പ്രകാശം കുടിയിരുത്താൻ ഈ ഗ്രന്ഥം തുണയാകണേ. സർവലോക പരിപാലകനോടൊന്ന് തേടി നോക്കൂ. തേട്ടം സാർത്ഥകമാകണോ? പ്രാർത്ഥന സാർത്ഥകമാകണോ? കേവലം പ്രാർത്ഥിക്കുന്ന ചുണ്ടുകൾ പോരാ, അതിന്റെ പിന്നിലുള്ള ആത്മാർത്ഥമായ വിജ്ഞാനം കൊതിക്കുന്ന ഒരു കൽബ് വേണം. ആ കൽബിലൂടെ നിങ്ങൾ ഇത് കേൾക്കണം. ഇവിടെ നടക്കാൻ പോകുന്ന പഠന ക്ലാസുകൾ നിങ്ങൾ ശരിക്കും കേൾക്കണം, നോട്ട് ചെയ്യണം, പഠിക്കണം. കുടുംബങ്ങളിൽ അത് ചർച്ചയാവണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഏറ്റവും വലിയ ഒരു ഇൽമിന്റെ ഒരു മഹാസമ്മേളനമായി കൊണ്ട് നിങ്ങളിത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിങ്ങനെ എനിക്കൊരുപാട് അറിവ് കിട്ടി എന്ന് അഹങ്കരിക്കാനല്ല, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അറിവ് ഉപകരിക്കണം. മഹാനായ നമ്മുടെ നേതാവ്, ആ നേതാവ് എപ്പോഴും തേടി റബ്ബിന്റെ കൽപ്പനയോടെ വഖുർ റബ്ബി സിദ്നി ഇൽമാ,
ലോകത്ത് വലിയ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ പറയൂ, റബ്ബി എന്റെ രക്ഷിതാവേ, സിദ്നി ഇൽമാ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരേണമേ. എന്തിനാണ് അറിയുന്നത്? പ്രവർത്തിക്കാനാണ് പ്രിയമുള്ളവരെ. സെമിനാറിൽ നിന്ന് ഞാൻ കുറെ പഠിച്ചു, അതൊരാളോട് പറയാൻ മാത്രമല്ല, തന്റെ ജീവിതം ഒന്ന് നന്നാക്കാനാണ്. കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് ജീവിതമൊന്ന് ശുദ്ധീകരിക്കാൻ, അതാണ് ഉപകാരപ്പെടുന്ന അറിവ്. അല്ലാഹുവിന്റെ റസൂൽ തേടി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു, ശരണം തേടുന്നു റബ്ബേ നിന്നോട്. മിൻ ഇൽമിൻ, ഒരറിവില്ലെന്ന്, ലാ യൻഫഅ, അറിവുണ്ടായിട്ടെന്ത്, ഒന്നും അമൽ ചെയ്യുന്നില്ല, ഉപകാരമില്ലാത്ത അറിവില്ലെന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ അറിവനുസരിച്ച് പ്രവർത്തിക്കണം. ഉമ്മമാരെ, വീടുകളിൽ അന്തരീക്ഷം ഉണ്ടാകട്ടെ, വീടുകളിൽ ഇസ്ലാമിന്റെ ചർച്ച വരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഒരു ജനാസയിൽ പങ്കെടുത്ത് വരുമ്പോ വമ്പിച്ച തലവേദനയുമായി കൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും എന്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് പൊത്തിപ്പിടിച്ച് തലവേദന കൊണ്ട് പൊളയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിലെ ആ ഒരു പ്രത്യേകമായ സാഹചര്യം വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചയായി എടുത്തുദ്ധരിക്കുന്നത്, ആയിഷ, എനിക്ക് മുമ്പ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും. കുടുംബങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ സാന്ദർഭികമായി വരുമ്പോൾ പോലും ദീനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബജീവിതം അതേ ദമ്പതികൾക്കൊരു മാതൃകയല്ലേ? ഏത് മേഖലയിലുള്ളവർക്കും എല്ലാ രംഗത്തും മാതൃകയല്ലേ? നല്ല നല്ല കുട്ടികളുടെ ഉപ്പയായി മാറിയില്ലേ റസൂലുള്ളാഹ്? ഒരുപാട് ഭാര്യമാരുടെ ഭർത്താവായി മാറിയില്ലേ? അതേ ഒരുപാട് ആളുകൾക്ക് വേണ്ടപ്പെട്ട നേതാവായിരുന്നില്ലേ? എല്ലാ രംഗത്തും അവിടുന്ന് പഠിപ്പിച്ച നിയമങ്ങൾ പാലിച്ചവർക്കൊക്കെ ശാശ്വത ശാന്തി കിട്ടി. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതുകൊണ്ട് അത് പഠിക്കണം. അത് പഠിക്കാൻ നമുക്ക് ഇതുപോലെ വീണ് കിട്ടുന്ന നമ്മുടെ പ്രവാസ ജീവിതത്തിനിടക്ക് നമ്മുടെ ഡ്യൂട്ടികൾ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന വിലപ്പെട്ട നിമിഷങ്ങൾ നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പരലോക കോടതിയിൽ ചോദ്യമുണ്ടല്ലോ. ഇതതിവിടെ ഉപയോഗപ്പെടുത്തണം. വളരെ കൃത്യമായി വിശദമായി പഠിക്കാനുള്ള സംവിധാനങ്ങളും വേറെ തന്നെയുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെയേറെ ആശാവഹമായ നിലക്കുള്ള ഒരു വലിയ മുന്നേറ്റമല്ലേ കേരളത്തിൽ ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ, അൽ ഹിന്ദ് യൂണിവേഴ്സിറ്റി. അൽ ഹിന്ദ് യൂണിവേഴ്സിറ്റി എന്ന പേരിലതാ ശർഈയായ നിലക്കുള്ള കൃത്യമായ പഠനങ്ങൾ അവഗാഹം നേടിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന നിലക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അതതാ അതിന്റെ വളർച്ചയുടെ പടവുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വേണം, നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ആ നിലക്ക് എന്താണ് ഇൽമിൻ്റെതായ കണികകൾ സമൂഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ, ശർഈയായ ഇൽമുകൾ നുകർന്നു കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അതിനു വേണ്ട രൂപത്തിൽ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഈ മതത്തിന്റെ നന്മ സമൂഹത്തിന് നസീഹത്തോടുകൂടി എത്തിച്ചു കൊടുക്കുവാനുള്ള എന്തെന്ത് സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും ഇന്ന് ഒരിക്കലും പിറകോട്ട് പോകാതെ സർവശക്തനായ റബ്ബിലങ്ങ് ബരമേൽപ്പിച്ച ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയപ്പോൾ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ, അല്ല എത്രത്തോളം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം
ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങൾ നാട്ടി നിർത്തപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനങ്ങൾ ഓതിയിട്ട് അതേ യഥാർത്ഥമായ തൗഹീദ് പറയാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടം, അവസരം റബ്ബ് ഒരുക്കി തരുന്ന ഒരു കാലഘട്ടം. അതേ എല്ലാ സംവിധാനങ്ങളും റബ്ബ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നിട്ട് തരുമ്പോ പിറകോട്ട് പോയവൻ പിറകോട്ട് പോയി എന്നതല്ലാതെ റബ്ബൊരാളെയും കാത്തു നിൽക്കുകയില്ല. പടച്ച റബ്ബിന്റെ ദീനിനൊരു വ്യക്തിയെ നോക്കുന്നില്ല. അതതിന്റെ ജൈത്രയാത്ര മുന്നോട്ട് പോവുകയാണ്. ആരെങ്കിലും വന്ന കാലിൽ കൃത്യമായ ദഅ്വാരംഗത്തേക്ക് വന്ന കാലിൽ അങ്ങ് തിരിച്ചു പോകാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് അവൻ ഒരു ഉപദ്രവവും വരുത്തുകയില്ല. അവരവർക്ക് തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും പറയുന്നു, നിങ്ങൾ ഇൽമ് നേടൂ, ആ ഇൽമനുസരിച്ചു പ്രവർത്തിക്കൂ, അതിന്റെ പ്രചാരകരാവൂ, അതിന്റെ പ്രയോക്താക്കളാവൂ, അതിന്റെ പ്രബോധകരാവൂ. സർവലോക പരിപാലകന്റെ തുണയുണ്ടാകും. അങ്ങനെ സമൂഹത്തിന്റെ ആത്മാർത്ഥമായ നിലയ്ക്ക് ഈ നന്മ നമ്മൾ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാനാവില്ല. നിങ്ങൾ ഇതിന്റെ മധുരം അങ്ങ് നുണഞ്ഞാൽ, ഈ ഇൽമിന്റെ, ഈ വിജ്ഞാനത്തിന്റെ, ഈ ദീനുൽ ഇസ്ലാമിന്റെ ഹലാവത്ത് നിങ്ങളുടെ ഖൽബിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കും അടങ്ങിയിരിക്കാനാവില്ല. ഈ മധുരം എന്റെ ഉമ്മാക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഈ മധുരം എന്റെ ഉപ്പ അറിഞ്ഞിട്ടില്ലല്ലോ, ഈ മധുരം എന്റെ പെങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഈ മധുരം എന്റെ സഹപ്രവർത്തകൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതവർക്കും കിട്ടണമെന്ന നസീഹത്ത് മനസ്ഥിതി അവർക്കും വേണമല്ലോ സ്വർഗം. അതുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്കും മാനസികമായി വല്ലാത്തൊരു തയ്യാറെടുപ്പും ആവേശവും വരും. അതെപ്പോഴാണ്? നമ്മിൽ ഈ ആസ്വാദനം കിട്ടുമ്പോൾ, നാം അതിന്റെ പ്രയോക്താക്കളും പ്രചാരകരും പ്രായോഗിക രംഗത്ത് അതനുസരിച്ച് ജീവിക്കുന്നവരുമാകുമ്പോൾ റബ്ബ് നമുക്കങ്ങനെ തുറന്നു തരും. അങ്ങനെ തുറന്നു തന്ന് ആ യഥാർത്ഥമായ മാർഗത്തിലേക്ക് നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ സർവലോക പരിപാലകനായ റബ്ബിൽ നിന്നുള്ള സഹായം നമുക്ക് വന്നു കിട്ടും. അതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ശാന്തിയുടെ ലോകത്തെ, സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗമാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ, ശാന്തിയുടെ ഭവനത്തിലേക്ക് അല്ലാഹു വിളിക്കുന്നു, ക്ഷണിക്കുന്നു. ആ വിളി കേൾക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്കുള്ള കോപ്പൊരുക്കാൻ ഈ ടെന്റുകൾ, 6-7 ടെന്റുകൾക്കിടയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒട്ടേറെ സംവിധാനങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ചെറുതല്ലാത്ത ബൃഹത്തായ ആ അറിവിന്റെ ശകലങ്ങൾ അതിങ്ങനെ പിന്നീടുള്ള കാലഘട്ടത്തിലെ പഠനങ്ങളിലൂടെ, തുടർ പഠനങ്ങളിലൂടെ, വിശദമായ പഠനങ്ങളിലേക്കെത്ത് ജീവിതത്തിലൊരു മാറ്റം വരുമ്പോൾ മനസ്സ് ശുദ്ധമായി, സംഘർഷം പോയി, കുടുംബത്തിൽ വലിയ സമാധാനമായി, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സഹിക്കാൻ കഴിവുള്ളവനായി, എൻ്റെ റബ്ബനോട് അനീതി കാണിക്കില്ലെന്ന ബോധമായി, ആ നിലക്കുള്ള ഒരു ജീവിതത്തിലൂടെ ആസ്വാദനം അറിഞ്ഞുകൊണ്ട് മരിച്ചു പോകുമ്പോൾ, അതേ നന്നായി സഹിച്ച് ക്ഷമിച്ച് ഏത് രംഗത്തും പിടിച്ചു നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്. സലാമുൻ അലൈക്കും ബിമാ സബർതും. എൻ്റെ പ്രിയ ശ്രോതാക്കൾ അവിടെ അടിവരയിട്. സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മുഅ്മിനുകളോട് പറയുന്ന ആശീർവാദത്തിന്റെ വാചകം സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി സമാധാനം, സ്വർഗത്തിലേക്ക് കടന്നോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് എത്തിയത്? ബിമാ സബർതും, ബിമാ സബർതും, നിങ്ങൾ ഒരുപാട് സഹിച്ചവരാണ്. വിശ്വാസം നിലനിർത്താൻ നിങ്ങൾ സഹിച്ചിട്ടുണ്ടോ? ആചാരങ്ങൾ അനാചാരങ്ങളിൽ നിന്ന് മുക്തമായി ആചരിക്കാൻ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടോ? കാലവിപത്തുകൾ വന്നപ്പോൾ
നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. തിന്മകൾക്ക് എല്ലാ സമരങ്ങളും കൺമുന്നിൽ അവസരം കിട്ടിയപ്പോഴും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. നന്മ ചെയ്യാൻ സഹിച്ചിട്ടുണ്ട്, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹിച്ചിട്ടുണ്ട്. സഹിച്ചവരെ കയറിക്കോ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം നൽകുന്ന മലക്കുകൾ, അല്ലാഹുവേ ഞങ്ങളെ അത്തരക്കാരിൽ നീ ഉൾപ്പെടുത്തേണമേ. നമ്മളെപ്പോഴും ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ നിലക്കുള്ള സന്തോഷത്തിൻ്റെ അഭിവാദ്യങ്ങൾ കേട്ട് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. നമുക്കാരോടും വിദ്വേഷമില്ല, ആരോടും നമുക്ക് പകയില്ല. ഈ സത്യത്തിൻ്റെ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള കൃത്യമായ കൂട്ടായ്മയിൽ ഒരു കണ്ണിയായി ഒഴുകിയാൽ തീർച്ചയാണ് ബറക്കത്തുണ്ടാകും, സംശയിക്കേണ്ടതില്ല. ആ നിലക്ക് കൃത്യമായ അറിവുകൾ നേടി അത് നാഫിയാകുന്ന നിലക്ക് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ച് അതിലേക്ക് മറ്റുള്ളവരെയും ക്ഷണിക്കുമ്പോൾ മുഴുവൻ നന്മയായിരിക്കും. ആ നന്മ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള സംവിധാനങ്ങളിൽ നാം കൃത്യമായി അണിചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം നമുക്കുണ്ട്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ നന്മകളെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പറയുന്ന വാക്കുകളനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു സമാധാനവും ശാന്തിയുമുള്ള ജീവിതം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ മഹനീയമായ ഇസ്ലാമിക സംരംഭത്തിന് ഇതിൻ്റെ തിരുവോളവും തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു വർഷിപ്പിച്ച് തന്നുകൊണ്ട് ഇതിനെ വമ്പിച്ച നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുമാറാകട്ടെ. പരലോകത്ത് അത്യുന്നതമായ സ്വർഗലോകത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ഉയരുവാനും നരകാഗ്നിയിൽ നിന്ന് നമുക്കൊരു മറയായി മാറുവാനും ഈ സംഗമം അള്ളാഹു അതിൻ്റെ കാരണമാക്കി ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരെയും അറിയുന്നവനാണ്. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ, അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നാളെ നേരത്തെ ഇങ്ങോട്ട് ഒരുപാട് കൂട്ടുകാരെയും ആളുകളെയും എത്തിക്കുവാൻ വേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ സജീവമാക്കിക്കൊണ്ട് ജീവസുറ്റ യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന മുഅ്മിനുകളായി മാറാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണേ എന്നൊരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ قبول ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.